പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലോ. മക്കളെ കണ്ണെടുത്താ കണ്ടുകൂടാ. മക്കൾക്ക് എന്തെങ്കിലും വന്നാ ഇതുപോലെ പാത്തും പതുങ്ങി വന്ന് നിൽക്കുകയും ചെയ്യും. ഇതാരെ കാണിക്കാനാ സ്വാമി ഈ വാശിയും മർക്കടമുഷ്ടിയൊക്കെ? അതിന് ഉത്തരം തരേണ്ടത് കളക്ടറാണ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞാൻ പറഞ്ഞു. പ്രോജക്റ്റ് ഇപ്പോഴേ ക്യാൻസൽ ചെയ്യിപ്പിക്കാനാണോ? താൻ ഇവിടെ നിൽക്കേ, നടപടി വേഗത്തിലാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ, സംഗതി നടന്നാ മതിയായിരുന്നു. ഞാൻ ചോദിക്കുന്നത് അതല്ല. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ എന്താണ് അവിടെ നടക്കുന്നത്? എനിക്കൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. മാലിന്യ ഉൽപാദനത്തിന്റെ അളവ് കുറയ്ക്കുക, അതിനുവേണ്ടി ഡിസ്പോസിബിൾ സാധനങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി കഴുകി ഉപയോഗിക്കാൻ കഴിയുന്ന പാത്രങ്ങൾ ഉപയോഗിക്കണം. ബാക്കി വരുന്ന ജൈവ മാലിന്യം അതാത് സ്ഥലങ്ങളിൽ തന്നെ വളമാക്കി മാറ്റുകയും ചെയ്യുക. ഇതാണ് ഗ്രീൻ പ്രോട്ടോകോളിന്റെ അടിസ്ഥാന തത്വം. ഇത് ജീവിതത്തിന്റെ നാനാ തുറകളിൽ എത്തിക്കുന്നതിനുള്ള തീവ്ര ശ്രമമല്ലേ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കേണ്ടത്? ഇത് ജില്ലാ കളക്ടർ പറഞ്ഞു തന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ? ആലോചിക്കുക, എന്നിട്ട് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുക. ജോലിയിൽ തട്ടിപ്പ് കാണിക്കുന്നവരോട് ഞാൻ ഈ രീതിയിലായിരിക്കും പ്രതികരിക്കുക. എന്താ ജോണേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വളരെ ശരിയാണ്. എന്നാ ഇനി ജോണിന് പറയാനുള്ളത് പറയൂ. മാഡം, എമർജൻസി റിലീഫ് ഫണ്ടിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റാ. ഇതിലിപ്പോ അർഹതപ്പെട്ടവരാരും തന്നെ ഇല്ലല്ലോ ജോണേ. മൊത്തത്തിലൊരു തട്ടിക്കൂട്ട് മണക്കുന്നുണ്ടല്ലോ. അല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്നവരൊക്കെ അർഹതപ്പെട്ടവർ തന്നെയാ. പിന്നെ 1-2 പേര് കാണും. അതിപ്പോ ഏത് പദ്ധതിയിലാണ് മാഡം 100% ക്ലിയറൻസ് ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്നത്? അങ്ങനെ തയ്യാറാക്കിയാലേ ഈ പദ്ധതി നടക്കൂ. ജോണിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? മാഡം, 1-2 പേരുടെ പേര് വന്നു എന്ന് കരുതി ലിസ്റ്റിലുള്ള മുഴുവൻ പേരെയും ആ രീതിയിൽ കാണരുത്. 1-2 പേരല്ല ജോൺ. ഈ ലിസ്റ്റ് സത്യസന്ധമായി ഉണ്ടാക്കിയതല്ല, അനധികൃതമാണ്. ഇത് ഞാൻ അംഗീകരിച്ചു തരില്ല. അനധികൃതമായ കാര്യങ്ങള് അവനവന് ചെയ്യാം. എന്ത് ജോൺ, എന്താ ഉദ്ദേശിച്ച? അല്ല, ലൈസൻസ് ഇല്ലാതെ പണം പലിശയ്ക്ക് കൊടുക്കാൻ പാടുണ്ടോ? മാഡത്തിന്റെ മദർ ഇൻ ലോ ചെയ്യുന്നത് അനധികൃതമായ കാര്യമല്ലേ? ഓപ്പറേഷൻ കുബേര. അതെടുത്താൽ ആദ്യം ഉയർന്നു കേൾക്കുന്ന പേര് സത്യഭാമയെന്നായിരിക്കും. അത് മാഡത്തിന്റെ മദർ ഇൻ ലോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാഡം ഫയൽ നോക്കി ഒന്നുകൂടി തീരുമാനിച്ചാൽ മതി. മാഡത്തിന്റെ മദർ ഇൻ ലോ ചെയ്യുന്നത് അനധികൃതമായ കാര്യമല്ലേ? ഓപ്പറേഷൻ കുബേര. അതെടുത്താൽ ആദ്യം ഉയർന്നു കേൾക്കുന്ന പേര് സത്യഭാമയെന്നായിരിക്കും. അത് മാഡത്തിന്റെ മദർ ഇൻ ലോ അല്ലേ? ഏട്ടൻ അല്പസ്വല്പം എരിവും പുളിയും ഒക്കെ കൂടുതലുള്ള ഭക്ഷണം ഇഷ്ടം. പക്ഷേ അതൊന്നും ഇപ്പൊ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇത് കഴിക്കൂന്ന് എനിക്ക് തോന്നില്ല. എണ്ണമയമുള്ള ഭക്ഷണം ഒട്ടും കൊടുക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? ഡോക്ടർ പറയുന്നത് നമ്മൾ കേൾക്കും, പക്ഷേ ശിവേട്ടൻ കേൾക്കില്ലല്ലോ. അല്ല, വിഷയം എന്റെ ഭക്ഷണമാണെന്ന് തോന്നുന്നു. കുറച്ച് ദിവസത്തേക്ക് ഏട്ട ഇതൊക്കെ കഴിച്ച് തൃപ്തിപ്പെടേണ്ടി വരും. അല്ല, ഇത് മൊത്തം ഇലക്കറികളാണല്ലോ. ഇന്ന് ശിവേട്ടനുള്ള സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത് റാണിയാ. അവള് നട്ട് വളർത്തിയിരിക്കുന്ന ചീര, പിന്നെ മുരിങ്ങ, ഇതൊക്കെ ഇന്ന് അവള് കറിയാക്കിയിരിക്കുന്നത്. അപ്പൊ വായിക്ക് രുചിയായിട്ട് ഒരല്പം പുളിയുള്ളത് കൂട്ടണമെങ്കിൽ പുറത്തു പോയി ആഹാരം കഴിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. കഴിക്കാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അതെ, ശിവേട്ടൻ ഇനി 1-2 ആഴ്ചത്തേക്ക് പുറത്തുനിന്ന് ഭക്ഷണം ഒന്നും കഴിക്കരുത്. മതി.
നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പോലല്ല ശിവേട്ട ഹോട്ടലുകാർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവര് രുചി കൂട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഒഴിക്കുന്നത് എണ്ണയാ. ഈ എണ്ണയാ ശിവേട്ടന് ഏറ്റവും അപകടകാരിയും. അല്ല, ഗുളിക കഴിച്ചോ? ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ട ഗുളിക ഉണ്ടായിരുന്നല്ലോ. ആ, എടി അത് ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും കഴിക്കാമല്ലോ. ഏയ്, അത് പറ്റൂല റാണി. ഒരു ഉരുള പോലും കഴിക്കാതെ നോക്കിക്കോണേ. ഞാൻ ഇപ്പൊ വരാം. ഓ, ഇവളെ കൊണ്ട് തോറ്റ്. എന്റെ പൊന്നു ശിവേട്ട, ഒന്നും എടുത്ത് കഴിച്ചേക്കല്ലേ. ചന്ദ്ര കണ്ടോണ്ട് വന്നാലേ ചെവിതല കേൾപ്പിക്കില്ല. ശിവകുഞ്ഞ്, സ്വാമിയോ? ഇങ്ങ് വാ. അല്ല, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? സുഖമില്ലാത്തവരെ അറിഞ്ഞു. എന്നാ പിന്നെ കാര്യങ്ങൾ തിരക്കി വരാമെന്ന് വെച്ചു. അപ്പോ മാണിക്കോത്തപ്പണി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അല്ലേ? അതെന്താ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത്? മാണിക്കോത്തെ മഹേന്ദ്രന്റെ ശത്രുവാ ഞാൻ. അച്ഛനെ കൊല്ലാൻ നോക്കിയ അസുരവിത്ത്. ആ എന്നെ കാണാൻ സ്വാമി വന്നു എന്നറിഞ്ഞ പിന്നെ സ്വാമിയുടെ പണി എപ്പ തെറിച്ചു എന്ന് പറഞ്ഞാ മതി. ആഹാ, അത് ശരി. സ്വാമിയങ്ങള് രോഗിയെ കാണാൻ വന്നത് വെറുങ്ങയോടെയാ? എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരണ്ടേ? വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു മോളെ. പക്ഷെ എവിടെ പോയാലും നിയന്ത്രണം എന്റെ കയ്യിലല്ലല്ലോ. അതിനുള്ള ആള് കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ കൂടെ അച്ഛനും ഉണ്ടായിരുന്നോ? എന്നിട്ട് സ്വാമി ഇവിടെ ഇറക്കി വിട്ടിട്ട് അച്ഛൻ എവിടെ പോയി? എങ്ങോട്ടും പോയിട്ടില്ല. പുറത്ത് കാറിലിരിപ്പുണ്ട്. പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലോ. മക്കളെ കണ്ണെടുത്താ കണ്ടുകൂടാ. മക്കൾക്ക് എന്തെങ്കിലും വന്നാ ഇതുപോലെ പാത്തും പതുങ്ങി വന്ന് നിൽക്കുകയും ചെയ്യും. ഇതാരെ കാണിക്കാനാ സ്വാമി ഈ വാശിയും മർക്കടമുഷ്ടിയൊക്കെ? ഞങ്ങളെ രണ്ടുപേരെയോ? ഒരാപത്ത് വന്നാ കൂടെ നിൽക്കാനും ഒരു കൈസഹായത്തിനും ഈ മക്കൾ തന്നെ വേണം. ആ, കാശ് കൊടുത്താ ചിലപ്പോ ആളെ കിട്ടുമായിരിക്കും. പക്ഷെ ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കാൻ സ്വന്തം മക്കളല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. പറഞ്ഞു കൊടുത്താ മനസ്സിലാക്കണ്ടേ? താൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പാണെന്ന് പറയുന്നവരോടൊക്കെ എന്ത് പറയാനാ? ആ, അതൊക്കെ പോട്ടെ. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും അവസ്ഥ ഉണ്ടാവുന്ന പറഞ്ഞത്. ശ്രദ്ധിക്കണം. അവനവന്റെ കാര്യങ്ങൾ അവനവനല്ലാതെ പിന്നെ ആര് ശ്രദ്ധിക്കാനാ? പെണ്ണും പടക്കൊഴി ഉണ്ടായിരുന്നെങ്കിൽ അവര് ശ്രദ്ധിക്കുമെന്ന് പറയാമായിരുന്നു. ഇതങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. അല്ല, അച്ഛനെ എനിക്കൊന്ന് അയ്യോ കാണണം. വേണ്ട, കുഞ്ഞിറങ്ങണ്ട. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കില്ലേ? കുറച്ച് തെറ്റിദ്ധാരണ അച്ഛനുണ്ട് സ്വാമി. അത് മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ.